പറയുന്നത്. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചയിൽ പങ്കെടുക്കാൻ ഇറാനിൽ നിന്നുള്ള സംഘം അല്പസമയത്തിനകം പാകിസ്ഥാനിലേക്ക് എത്തും. രാവിലെ 9 മണിക്കാണ് ചർച്ചകൾ ആരംഭിക്കുന്നത്. ശനിയാഴ്ചയാണ് സുപ്രധാനമായ കൂടിക്കാഴ്ചകൾ നടക്കുന്നത്. നാളെയും മറ്റന്നാളും നടക്കുന്ന പ്രധാന ചർച്ചകൾ പൂർത്തിയായാലും 2 ആഴ്ചയോളം ചർച്ചകൾ നീളും. ഇതിനായി പാകിസ്ഥാനിൽ ഇരുകൂട്ടരും തുടരും. കനത്ത സുരക്ഷാ വലയത്തിലാണ് ചർച്ച നടക്കുന്ന സെറീന ഹോട്ടൽ. 30 US സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇറാന്റെ സൈനിക പ്രതിനിധികളും പാകിസ്ഥാനിലെത്തിയിട്ടുണ്ട്. അഫ്താബ് റഹ്മാനാണ് കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. അഫ്താബ്, ഇനി ഒരുപക്ഷെ ലോകം ഉറ്റുനോക്കുന്നത് പാകിസ്ഥാനിലെ ചർച്ചയിലേക്കാണ്. എത്ര കണ്ട് പ്രതീക്ഷ വെക്കണം? ഒരു പൂർണ്ണമായ ഒരു യുദ്ധവിരാമത്തിലുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? എന്തൊക്കെ ഘടകങ്ങളാണ് ഈ ചർച്ചയിൽ പരിശോധിക്കുന്നത്? സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു ദിനമാണ് നാളെ ആരംഭിക്കുന്ന ചർച്ച. ഒരു പക്ഷേ ഒറ്റയടിക്ക് തീർപ്പാക്കാവുന്ന തരത്തിലല്ല അതിൻ്റെ ഘടനയുള്ളത്. അതായത് നാളെ വെള്ളിയാഴ്ച രാവിലെ 9 മണിക്കാണ് ചർച്ചകൾ ആരംഭിക്കുക. നാളെയും മറ്റന്നാൾ അതായത് ശനിയാഴ്ചയുമാണ് പ്രധാനപ്പെട്ട ചർച്ചകൾ. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഘടന രൂപീകരിച്ചിരിക്കുന്നത് അല്പസമയത്തിനകം. അതായത് ഇറാനിൽ നിന്നുള്ള പ്രത്യേക സംഘം പാകിസ്ഥാനിൽ നിന്നുള്ള വിമാനത്തിൽ 9 മണിക്ക്, അതായത് ഇന്ത്യൻ സമയം 11:30 മണിയോടുകൂടി പാകിസ്ഥാനിൽ ഇറങ്ങും. അതായത് 10 മിനിറ്റിന് ശേഷം ഇവരുടെ വിമാനം അവിടെ ലാൻഡ് ചെയ്യും. ഇന്ന് രാത്രി അവർ അവരുടെ തുടരും. നാളെ രാവിലെ 9 മണിക്ക് ചർച്ചകൾ ആരംഭിക്കും. ഈ ചർച്ചയുടെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് 2 രാജ്യങ്ങൾക്കും അവരുടെ നിലപാടുകളും അവരുടെ കാര്യങ്ങളും പാകിസ്ഥാന്റെ പ്രത്യേക പ്രതിനിധി സംഘത്തോട് വിശദീകരിക്കുവാനുള്ള സമയമാണ്. ഇതിൽ US സംഘത്തെ നയിക്കുന്നത് US വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ്. ഒപ്പം പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, അതോടൊപ്പം തന്നെ ട്രംപിന്റെ മരുമകനായ ജറാദ് കുഷ്നർ, ഇവരാണ് US സംഘത്തിലുള്ളത്. ഇറാന്റെ പക്ഷത്തു നിന്നും മുഹമ്മദ് ബഗ്ഹർ ബഗ്ലഫ് എന്ന് വെച്ചാൽ ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ, ഇദ്ദേഹം മുൻ IRGCയുടെ കമാൻഡർ കൂടിയാണ്. അതിന് പുറമെ അബ്ബാസ് അർഗാച്ചി എന്ന ഇറാന്റെ വിദേശകാര്യമന്ത്രിയും ഈ സംഘത്തിലുണ്ട്. IRGCയുടെ മറ്റേതെങ്കിലും പ്രതിനിധികൾ ഉണ്ടോ എന്നതിൽ വ്യക്തതയില്ലെങ്കിലും ഇവരുടെ പ്രതിനിധികൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ ഈ 2 സംഘവും നാളെ രാവിലെ 9 മണി മുതൽ വ്യത്യസ്തമായിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കും. അത് പാകിസ്ഥാന്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, ഉപപ്രധാനമന്ത്രി, അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രി, ഇവരുമായിട്ടാണ് പ്രാഥമികമായ ചർച്ചകൾ നടത്തുക. ഇതായിരിക്കും നാളെ നടക്കുക. ഇതിനുശേഷം മറ്റന്നാൾ ഈ നാളെ നടക്കുന്ന ചർച്ചയുടെ ഉപസംഹാരം ഇരു കൂട്ടരും, പാകിസ്ഥാൻ US-ഉമായിട്ടും ഒപ്പം തന്നെ ഇറാനുമായിട്ടും പ്രത്യേകമായി ഇതിന്റെ ഒരു ഉപസംഹാരം 2 കൂട്ടർക്കും പറയാനുള്ളത് വ്യത്യസ്തമായ മുറികളിൽ ഇരുന്നു കൊണ്ട് നടത്തും. നേരിട്ട് ഇവർ എപ്പോഴാണ് മുഖാമുഖം ഇരിക്കുക എന്നതിൽ ഇപ്പോൾ വ്യക്തതയില്ല. ആദ്യഘട്ടത്തിൽ നാളെ നടക്കുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റന്നാൾ അത് അങ്ങനെ ഒരു ഇരുത്തം ഉണ്ടാവുക എന്നുള്ളതിൽ വ്യക്തത ഉണ്ടാവുക. ഏതായിരുന്നാലും പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലുള്ള ഈ പ്രത്യേക സോണിൽ അവിടേക്ക് വൻ സുരക്ഷാ വിന്യാസം നിലവിൽ ഒരുക്കിയിട്ടുണ്ട്. US-ന്റെ പക്ഷത്തു നിന്നും അവരുടെ മുതിർന്ന സുരക്ഷാ വിഭാഗത്തിന്റെ 30ഓളം ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ഇറാന്റെ പക്ഷത്തു നിന്നും സമാനമായിട്ടുള്ള അവരുടെ പ്രതിനിധികൾ ഇതിനകം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ലോകം ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു ചർച്ചക്കാണ് നാളെ ആരംഭം കുറിക്കുന്നത്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം, നാളെയും മറ്റന്നാളും നടക്കുന്ന ചർച്ചയോടുകൂടി എന്തെങ്കിലും ഒരു തീർപ്പിലേക്ക് ഇത് എത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. JD വാൻസ്, അതായത് US-ന്റെ വൈസ് പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട് ഏറ്റവും നിർണായകമാണ്. കാരണം പശ്ചിമേഷ്യയിൽ സംഘർഷത്തിലൂടെ കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല എന്ന നിലപാടുള്ളയാളാണ് ട്രംപിന്റെ കക്ഷിയായിട്ടുള്ള JD വാൻസ്. അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യമാണ് ഈ ചർച്ചയിൽ ഏറ്റവും ശ്രദ്ധേയമായത്. കാരണം നേരത്തെ സ്റ്റീവ് വിറ്റ്കോഫും ജറാദ് കുഷ്നറും ഒമാനിൽ വെച്ച് ചർച്ച നടക്കുമ്പോഴാണ് യുദ്ധം നടന്നത്, അല്ലെങ്കിൽ ഇറാന് മേൽ ഏകപക്ഷീയമായ ആക്രമണം നടന്നത്. അതുകൊണ്ട് JD വാൻസിന്റെ ഒരു സാന്നിധ്യം ഈ യുദ്ധത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അദ്ദേഹം മറ്റന്നാൾ, അതായത് ശനിയാഴ്ച നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷം മടങ്ങും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഏതാണ്ട് 15 ദിവസത്തോളം US-ന്റെ പ്രതിനിധികളും ഇറാന്റെ പ്രതിനിധികളും ഇറാനിൽ തുടരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ 2 ആഴ്ചയോളം ഇരുകൂട്ടരും, അതായത് US മുന്നോട്ട് വെച്ച 15 ഇന ഉപാധികൾ, ഇറാൻ മുന്നോട്ട് വെച്ച 10 ഇന ഉപാധികൾ, ഈ 2 ഉപാധികളും ചർച്ച ചെയ്തുകൊണ്ട് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ മുന്നോട്ട് വെച്ച 10 നിർദ്ദേശം അത് വർക്കബിൾ ആണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ചർച്ച നടത്തിക്കൊണ്ട് ഏതെല്ലാം കാര്യങ്ങളിലേക്ക് എത്തും എന്നുള്ളത് തീർപ്പാകാൻ 2 ആഴ്ചയെങ്കിലും സമയമെടുക്കും. എന്ന് വെച്ചാൽ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന വെടിനിർത്തൽ സമയം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ ചർച്ചകൾ തീരാനിടയുള്ളൂ. അതിനിടയിൽ വെടിനിർത്തൽ നീട്ടുവാനുള്ള സാധ്യതകളും അപ്പോഴും നിലനിൽക്കുന്നു. അതല്ല, 2 കൂട്ടരും അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഇതിലൊരു ഏത് സമയവും ആക്രമണം വീണ്ടും പുനരാരംഭിക്കുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഏതായിരുന്നാലും ലോകത്തിന്റെ